ഇത്തവണത്തെ സ്ക്വാഡ്, അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇത്തവണത്തെ സൂപ്പർ കപ്പ് സ്റ്റാർട്ടിംഗ് 11 നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ബ്ലാസ്റ്റേഴ്സിലേക്ക് കുറേ സൂപ്പർ താരങ്ങൾ വന്നിട്ടുണ്ട്. അമേറാണ് അവിടെ, സുമിത് ശർമ്മയെ പോലത്തെ താരങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോൾ കീപ്പർ അർബാസ്, വിദേശ താരങ്ങളായിട്ട് വന്നത് വാൻ റോഡ്രിഗസ്, തിയാഗോ ആൽവസ്, കോർദോ ബീറ്റ സ്ട്രൈക്കിംഗ് ഏരിയയിൽ. പിന്നെ മികച്ച താരങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ തിരിച്ച് ലോണിൽ പോയിട്ട് തിരിച്ച് നിഹാൽ വന്നിട്ടുണ്ട്. ബിഗാഡ് സിംഗ് വന്നിട്ടുണ്ട്. താരങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു ഫ്രണ്ട്ലി മാച്ച് കളിച്ചു. 1 ഗോളിൻ്റെ വിജയമായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് എന്തെങ്കിലും ഒരു കോമ്പറ്റീവ് മാച്ച് അല്ലെങ്കിൽ ഫ്രണ്ട്ലി മാച്ചൊക്കെ ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ചിലപ്പോൾ പ്രശ്നം കാണുന്നുണ്ട്. അവർ 1 ഗോളൊക്കെ അടിച്ച് കളി വിജയിച്ചത്. എന്തായാലും ലൂണയുടെ അസിസ്റ്റൻറ്റ് ഡാനിഷ് ഫറൂഖ് ഗോൾ അടിച്ചെന്നാണ് ബ്ലാസ്റ്റേഴ്സ് തന്നെ കൺഫർമേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡേവിഡ് കാറ്റലയുടെ ടീമായ കേരള ബ്ലാസ്റ്റേഴ്സ് ഏത് തരത്തിലുള്ള ഫോർമേഷനിൽ രാജസ്ഥാൻ യുണൈറ്റഡ് ആയിട്ട് ഇറങ്ങും എന്നുള്ളതാണ്. എന്തായാലും ഇനി കുറച്ച് സമയം കൂടി മാത്രമേ ഉള്ളൂ സൂപ്പർ കപ്പ് അരങ്ങേറാൻ. എന്തായാലും അതിനായിട്ട് കാത്തിരിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ. എന്തായാലും ഫോർമേഷൻ നോക്കാം. 4-2-3-1 എന്ന ഫോർമേഷനിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങും. അതിൽ ഡിഫൻസിൽ ഇരുഭാഷങ്ങളിലായിട്ട് റൈറ്റ് ബാക്കായിട്ട് അമേറാണ് ഇവിടെ. ലെഫ്റ്റ് ബാക്കിൽ ഐബൻ ഡോംഗ്ലിങ്ങിനെ തന്നെ പ്രതീക്ഷിക്കാം. മികച്ചൊരു വിങ് ബാക്ക് നേരെ തന്നെ ഉണ്ട്. ഡിഫൻസിൽ വാൻ റോഡ്രിഗസ്, പുതിയ താരം വാൻ റോഡ്രിഗസും വികാഷ് യുംനത്തിനെ പ്രതീക്ഷിക്കാം. യങ് ടാലൻറ്റ് വികാഷ് യുംനം. മിഡ്ഫീൽഡ്സിൽ വരാൻ നേരത്ത് ഫ്രെഡിയും ഡാനിഷും ഹോൾഡിംഗ് മിഡ്ഫീൽഡ്സായിട്ട് നിൽക്കും. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ തന്നെയായിരിക്കും നിൽക്കാനായിട്ട് പോകുന്നത്. റൈറ്റ് വിങ്ങിൽ കൊറോസിങ്ങും, ലെഫ്റ്റിൽ മറ്റാരുമല്ല നോവാസ് സതോയും തന്നെയായിരിക്കും. സ്ട്രൈക്കിൽ മുന്നേറ്റത്തിൻ്റെ നയിക്കാൻ സ്ട്രൈക്കർ പൊസിഷനിൽ കോർദോ ബീറ്റ തന്നെയായിരിക്കും. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച ഇതേപോലത്തെ ഒരു ഫോർമേഷൻ ഇട്ടാണ് ഇറങ്ങാനുള്ള സാധ്യത. ചിലപ്പോൾ ഫ്രെഡിക്ക് പകരം വിപിൻ കളിക്കാനും സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇങ്ങനത്തെ ഒരു ഫോർമേഷനായിരിക്കും. ഗോൾ പോസ്റ്റിൽ സച്ചിൻ സുരേഷുമായിരിക്കും. എന്തായാലും മികച്ച ഒരു ഫോർമേഷൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ ഇറങ്ങിയാൽ ഒരു മികച്ച ഒരു മുന്നേറ്റത്തിലാണ്. 4 വിദേശ താരങ്ങളെ ഇറക്കാനേ ബ്ലാസ്റ്റേഴ്സ് സാധ്യതയുള്ളൂ. 6 വിദേശ താരങ്ങളെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇറക്കി കളിപ്പിക്കാൻ ഒരു പക്ഷേ സാധ്യത കുറവായിരിക്കും എന്നുള്ളതാണ്. രാജസ്ഥാൻ യുണൈറ്റഡ് ബ്ലാസ്റ്റേഴ്സിനെ വെച്ച് നോക്കാതെ അത്ര ശക്തരല്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു ഫോർമേഷൻ വെച്ചായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ആദ്യത്തെ മത്സരം രാജസ്ഥാൻ യുണൈറ്റഡിലൂടെ കളിക്കാനായിട്ട് പോകുന്നത്.